LDF-ഉം CPM-ഉം നേരിട്ട ശക്തമായ തിരിച്ചടിയിൽ നിശബ്ദനായിരിക്കുകയാണ് ഇപ്പോഴും പിണറായി വിജയൻ. ഫലപ്രഖ്യാപനത്തിന് ശേഷം ഇന്ന് പുറത്തിറങ്ങിയ പിണറായി വിജയൻ ഇതുവരെ മാധ്യമങ്ങളോട് മിണ്ടിയിട്ടില്ല. ഔദ്യോഗിക വാഹനവും അകമ്പടിയും വേണ്ടെന്ന് വെക്കുകയാണ് കേരളത്തിന്റെ കാവൽ മുഖ്യമന്ത്രി. നിരാശയെ ഒരു മന്ദഹാസത്തിൽ ഒതുക്കാനാകുമോ പിണറായി വിജയൻ? തലശ്ശേരിയിലെ കൊടുവള്ളിപ്പാലം കഴിഞ്ഞാൽ പിന്നെ ധർമ്മടമാണ് പാർട്ടിയുടെ ഉരുക്കുകോട്ട, മുഖ്യമന്ത്രിയുടെ മണ്ഡലം. ആര് ജയിക്കും എന്ന ചോദ്യം മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമുള്ള 1.5 പതിറ്റാണ്ടായി അവിടെ ഉയർന്നിട്ടേയില്ല. എന്നാൽ കോൺഗ്രസ് ഇറക്കിയ അബ്ദുൾ റഷീദ് എന്ന ചെറുപ്പക്കാരൻ അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെ വിറപ്പിച്ചു. ഒടുവിൽ കേരളമാകെ ആഞ്ഞടിച്ച UDF തരംഗത്തിൽ മുൻഭൂരിപക്ഷത്തിന്റെ പകുതി പോലുമില്ലാതെ പിണറായി വിജയൻ കടന്നുകൂടി. പാർട്ടിയാകെ മുങ്ങിത്താഴുമ്പോൾ കപ്പിത്താൻ പ്രതികരിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ കൈകൊണ്ട് ഒരു ആക്ഷനല്ലാതെ ഒരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. പരിശോധിച്ച് തിരുത്തും എന്ന് 4 വരിയിൽ പറഞ്ഞു തീർത്തു പാർട്ടി സെക്രട്ടറി. Z+ കാറ്റഗറി സുരക്ഷയുള്ള വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. എന്നാൽ പരാജയത്തെ തുടർന്ന് അധികാരത്തിന്റെ മേലങ്കികളെല്ലാം വേണ്ടെന്ന് വയ്ക്കുകയാണ് പിണറായി വിജയൻ. നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ഇന്ന് രാവിലെ തന്നെ പിണറായി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. ആളും ആരവവുമില്ല, പരിവാരങ്ങളും വൻ പോലീസ് അകമ്പടിയുമില്ല. പാർട്ടി കാറിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക്. വിജയിച്ചിരുന്നുവെങ്കിൽ ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന മുഖ്യമന്ത്രിയെ പൂച്ചെണ്ടും പുഷ്പവൃഷ്ടിയുമായി പ്രവർത്തകർ സ്വാഗതം ചെയ്തേനെ. എന്നാൽ അവിടെയും ആൾത്തിരക്കില്ല. AKG സെന്ററിലെ കാർ മുഖ്യമന്ത്രിയെ കാത്തുനിൽക്കുന്നു. ഔദ്യോഗിക വാഹനം ഒഴിവാക്കി ഒടുവിൽ നിശബ്ദമായി പിണറായി വിജയൻ പുറത്തേക്ക്. മാധ്യമങ്ങളെ നോക്കി ഒരു പുഞ്ചിരി മാത്രം. ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് ഒഴിയുന്ന മുഖ്യമന്ത്രിക്ക് AKG സെന്ററിനടുത്ത് ചിന്താ ഫ്ളാറ്റിൽ പാർട്ടി താമസമൊരുക്കിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥ വൃന്ദവും അധികാര ചിഹ്നങ്ങളുമില്ലാതെ പിണറായി വിജയൻ വീണ്ടും പാർട്ടി ചുമതലകളിലേക്ക് മടങ്ങിയെത്തുകയാണ്. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.